ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്കർ ഉണ്ടാക്കിയാലോ? ബുക്ക് മാർക്കർ മാത്രമാക്കണ്ട, ഒരു പെൻ ഹോൾഡറും കൂടി അതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള തുണികളുണ്ടെങ്കിൽ എടുത്തോളൂ. അത്ര വലിയ തുണിയൊന്നും വേണ്ട, ചെറിയ കഷ്ണം തുണിയൊക്കെ മതി. പിന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അടച്ച് പറ്റുള്ളൂ. പിന്നെ നമ്മൾ തയ്ക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, പശ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. ഇനി തയ്ക്കാൻ അറിയുന്നുള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കണമെന്ന് മാത്രം. ഇതുപോലെ നമ്മൾ ഏത് ബുക്കിനാണോ നമുക്ക് ഏതാണ്ട് ആവശ്യം ആ ഒരു സൈസിലുള്ള ഒരു ഇലാസ്റ്റിക് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ നോട്ട്ബുക്കായിരുന്നു, അപ്പോൾ അതിൻ്റെ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇതിനൊക്കെ വലിയ ബുക്കിനെ ഇനി പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ചെറിയ ബുക്കാണെങ്കിൽ അത്രയും ചെറിയൊരു പീസ് ഇലാസ്റ്റിക് മതി കേട്ടോ. ഇനി നമ്മളിതാ ഈ 2 കഷ്ണങ്ങൾ കൂടിയിട്ട് ഒന്നതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. ആ പണി ഞാനിത് അച്ഛന് കൊടുത്തു. അച്ഛൻ എനിക്കത് നീറ്റായിട്ട് തയ്ച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജുക്കി മെഷീനിലാണ് കേട്ടോ അച്ഛൻ തയ്ക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ ചെറിയ റൂമിലാണ് അച്ഛൻ തയ്ക്കുന്നത് മറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഹോൾഡറൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് അച്ഛൻ വേഗം മടക്കി തയ്ച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിച്ചിട്ട് അത് ഓക്കെ ആയി തന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇത് ബുക്കിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാം. നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ടിലോ അതല്ലെങ്കിൽ ഏത് പേജിലാണോ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ടത് അവിടേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മടക്കി എടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇതിൽ പെന്നോ, ഞാനിതിപ്പോൾ 2 ഒരു കവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ പെന്നിട്ട് വയ്ക്കാം. അതുപോലെ വേണമെങ്കിൽ ചെറുതായിട്ട് വല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്കർ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങളിത് തയ്ക്കാൻ പറ്റാത്തവർ പശ വെച്ചിട്ട് ഒട്ടിച്ചാലും അസലായിട്ട് നിൽക്കും, അല്ലെങ്കിൽ തുന്നിയാലും പറ്റും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.